ഹലോ, നമസ്കാരം. നമ്മുടെ പൂക്കിമേനോൻ മുഖ്യമന്ത്രിയായിരിക്കുന്ന ഈ മന്ത്രിസഭയിലെ സണ്ണി വക്കീലുണ്ടല്ലോ, വൈദ്യുതി മന്ത്രി. ഇപ്പോൾ കുറച്ച് ദിവസമായിട്ടുള്ള അധികാരമായിട്ടിട്ട്, പക്ഷെ ഇപ്പോൾ ഇടയ്ക്കിടയ്ക്കിട്ട് കറണ്ട് പോകുന്നുണ്ട്. ജനങ്ങൾക്ക് കഴിഞ്ഞ 10 വർഷക്കാലം പവർ കട്ട് എന്തെന്ന് പവർ കട്ടിലേക്ക് കാണിച്ചു കൊടുക്കുന്ന നമ്മുടെ സണ്ണി വക്കീലിന് ഒരു നല്ല നമസ്കാരം ആദ്യം തന്നെ പറയട്ടെ. പൊന്നു സണ്ണി വക്കീലെ, ഒരു ഹണിമൂൺ കാലഘട്ടത്തിൽ നിങ്ങളിങ്ങനെ ചെയ്യാൻ പാടില്ലായിരുന്ന? ഒന്നുമില്ലെങ്കിൽ നിങ്ങൾ 3 വട്ടം MLA ആയിരുന്നയാളല്ലേ? പോട്ടെ, DCC പ്രസിഡൻ്റ് ആയിരുന്നില്ലേ? അതും പോട്ടെ, KPCCയുടെ പ്രസിഡൻ്റായി അധ്യക്ഷനായി ഇരുന്ന ഒരാൾ ഇമ്മാതിരി ഹണിമൂൺ കാലഘട്ടത്തിൽ സ്വന്തം അളിയനെ പോസ്റ്റ് ചെയ്യോ? മുൻപ് നിങ്ങളെന്തുണ്ടാക്കി ഇവിടെ ഇടതുപക്ഷം ഭരിച്ചപ്പോൾ? ചിറ്റപ്പൻ നിയമനം, ആ നിയമനം, ഈ നിയമനം എന്ന് പറഞ്ഞ് കോലാഹലം ഉണ്ടാക്കിയില്ലേ? ഇപ്പം എന്താ നിങ്ങൾ ചെയ്തിരിക്കുന്നത്? ഹണിമൂൺ കാലഘട്ടത്തിൽ നിങ്ങൾ അളിയനെ പോസ്റ്റ് ചെയ്തു. അതും ഞങ്ങളെല്ലാം കരുതി നിങ്ങൾ അളിയനെ പോസ്റ്റ് ചെയ്തു എന്ന് പറഞ്ഞപ്പോൾ തലയണ മന്ത്രം ചിലപ്പോൾ കിട്ടി, ഒരുപക്ഷെ സഹിക്കാൻ വയ്യാണ്ട് ചിലപ്പോൾ അളിയനൊരു പോസ്റ്റിംഗ് കൊടുത്തിട്ടുണ്ടാവും എന്നാണ് കരുതിയത്. പക്ഷെ പിന്നീടല്ല അറിഞ്ഞ് അളിയൻ എന്ന് പറയുന്ന ആരാ? പെങ്ങളുടെ ഭർത്താവ്. ഇതിൻ്റെ ലക്ഷ്യം എന്താ? ഈ KSEB അല്ലെങ്കിൽ ഡിപ്പാർട്ട്മെൻറ്റിൽ നടക്കുന്ന മുഴുവൻ ട്രാൻസ്ഫറുകൾ, അതുപോലെ തന്നെ പോസ്റ്റിങ്ങുകൾ എന്ന് വേണ്ട എല്ലാവിധ അഴിമതികൾ ഒതുക്കാൻ വേണ്ടി ഒരു അളിയനെ പോസ്റ്റ് ചെയ്യും. അപ്പോൾ പണ്ട് കാലത്ത് ഈ മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെൻറ്റിലെ കൈക്കൂലി വാങ്ങുന്നതിനും അഴിമതി നടത്തുന്നതിനും നേരിട്ടല്ല ഓഫീസർമാർ തയ്യാറായിരുന്നു. അവരുടെ ദല്ലാളന്മാരുണ്ടായിരുന്നു, കിങ്കരന്മാരുണ്ടായിരുന്നു. അവരായിരുന്നു മുൻകാലങ്ങളിൽ അവർക്ക് വേണ്ടി അഴിമതി പണം സ്വരൂപിച്ചിരുന്നത്. എന്നതുപോലെ നിങ്ങളും അങ്ങനെ ഒരു പദ്ധതി ഇട്ടിട്ടാണോ നടത്തിയത്? തീർച്ചയായും നിങ്ങൾ പുനഃപരിശോധിക്കണം. നിങ്ങൾ സത്യപ്രതിജ്ഞ ലംഘനമാണ് സണ്ണി വക്കീലെ നടത്തിയത്. അതുകൊണ്ട് നിങ്ങൾക്ക് ഒരാളുടെ മേലും കുറ്റം ചാർത്താൻ അവകാശമില്ല. നിങ്ങൾ ഇതുവരെ പറഞ്ഞിരുന്ന പൂക്കിമേനോൻ മന്ത്രിയായി അധികാരമേറ്റ ഒരു മന്ത്രിസഭയാണ് എന്നതാണ് എല്ലാ പത്രങ്ങളും വിശേഷിപ്പിക്കുന്നത്. ഈ മന്ത്രിസഭയിൽ നിങ്ങൾ ഒരു കുറ്റവാളിയെപ്പോലെ നിൽക്കേണ്ട കാര്യം വല്ലതുണ്ടോ സണ്ണി വക്കീലെ? നല്ലൊരു ഗ്ലാമർ ഉള്ളതല്ലേ? അതെല്ലാം നശിപ്പിക്കണമായിരുന്നു സണ്ണി വക്കീലെ. ഓർക്കുക, മുഖ്യമന്ത്രി ആയി ചുമതലയേൽക്കുന്നതിന് മുൻപ് എവിടേക്കാണ് ചാർട്ടേഡ് ഫ്ലൈറ്റിൽ പോയത്? കർണാടകയിലേക്ക് പോയില്ലേ? എന്തിനു പോയി? അവിടെ ചെന്ന് ചില ഡീലുകൾ ഉറപ്പിക്കാനാണ് എന്ന് പ്രചരിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ആ മന്ത്രിസഭയിൽ നിങ്ങൾ എന്തിനീ പണി ചെയ്തു എന്നാണ് ഞങ്ങൾ ചോദിക്കണത്. നിങ്ങൾ 5 വർഷം ഭരിച്ചോ? നിങ്ങൾക്ക് അധികാരം കിട്ടിയാൽ നിങ്ങൾക്ക് ഫുള്ളായിട്ട് അധികാരം തന്നു. 102 സീറ്റ് നിങ്ങൾക്ക് അധികാരം കിട്ടിയിരിക്കണം. ഈ 102 സീറ്റിൽ നിങ്ങൾക്ക് അർമാദിച്ച് നിങ്ങൾക്ക് ഭരിക്കാം. പക്ഷേ എന്തിനാണ് ഇങ്ങനെ സ്വന്തം അളിയനെ വെച്ചത് അല്ലേ? പണ്ട് ചിറ്റപ്പൻ നിയമനം, ആ നിയമനം, ഈ നിയമനം എന്ന് പറഞ്ഞ് നിങ്ങൾ ഓച്ചമേള എത്ര മാത്രം ഉണ്ടാക്കി. നിങ്ങൾ സത്യപ്രതിജ്ഞ ലംഘനമാണ് നടത്തിയിരിക്കണ സണ്ണി വക്കീലെ. അതുകൊണ്ട് നിങ്ങൾക്ക് ഇതിൽ നിന്ന് ഒളിച്ചോടാൻ കഴിയില്ല. നിങ്ങളുടെ അളിയനെയാണ്, നിങ്ങൾ സ്വന്തം അളിയനെയാണ് അഡീഷണൽ സെക്രട്ടറി ആയിട്ട് നിയമിച്ചിട്ടുള്ളത്. അത് നിങ്ങൾ പുനഃപരിശോധിക്കണം. നിങ്ങൾ ആ സ്ഥാനത്തിരിക്കാൻ യോഗ്യനല്ല എന്നതാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. അത് മുഖ്യമന്ത്രിയോട് ചോദിക്കുമ്പോൾ മുഖ്യമന്ത്രി മൗനി ബാബ, മറുപടിയില്ല. പത്രങ്ങൾ ചോദിച്ചാൽ മൗനിയായിട്ട് നിൽക്കുക. ആരെങ്കിലും ഹണിമൂണിന് പോകുമ്പോൾ അളിയന്മാർ കൂട്ടുമോ ഈ ഹണിമൂൺ ട്രിപ്പിലേക്ക്? പണ്ട് രാമായണ കഥയിൽ ശ്രീരാമനും സീതയും കൂടി കാട്ടിലേക്ക് പോയൊരു കാലഘട്ടം ഉണ്ടായിരുന്നു, കാനനവാസത്തിന്. അതും അവർ ഹണിമൂണായിരുന്നു. പക്ഷെ അന്ന് സഹോദരനെ കൂട്ടി, ലക്ഷ്മണനെ അല്ലേ? എന്നതുപോലെ നിങ്ങൾ സഹോദരന് പകരം നിങ്ങൾ കൂട്ടുകാരെ അളിയനെയാണ്. അതുകൊണ്ട് അളിയന്മാർ കൂട്ടി ഹണിമൂണിന് പോകാമെന്ന് ഒരു മാതൃക ഉണ്ടാക്കണ്ട. എത്രയും പെട്ടെന്ന് നിങ്ങൾ ആ സ്ഥാനം രാജിവെച്ച് നിങ്ങൾ പുറത്തു പോകണം.